പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെയേഴ്സ് ഓഫ് ഇക്വേഷൻസിൻ്റെ 5ാം ഭാഗമാണ്. ഈ വീഡിയോയിൽ നമ്മൾ പേജ് 18-ലെ 4 ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പേജ് 18-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡിഫറൻസ് ഓഫ് ദ 2 സ്മോളർ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 20 ഡിഗ്രി. കാൽക്കുലേറ്റ് ഓൾ 3 ആംഗിൾസ്. നമ്മുടെ ചോദ്യം ഇതാണ്. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിലെ ചെറിയ 2 ആംഗിൾസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ്. ദെൻ 3 ആംഗിൾസും എന്താണ്? കാൽക്കുലേറ്റ് ഓൾ 3 ആംഗിൾസ്. ഓൾ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്തായാലും ഒരു ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ചെറിയ 2 ആംഗിൾസ് ആഡ് ചെയ്യുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ചെറിയ 2 ആംഗിൾസ് കൂട്ടുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചെറിയ ആംഗിൾ ഒരെണ്ണത്തിന് നമ്മൾ എന്ത് കൊടുക്കുക? എക്സ് കൊടുക്കുക. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചെറിയ 2 ആംഗിൾസിൻ്റെ ഡിഫറൻസ് 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുതിന് നമ്മൾ എക്സ് കൊടുത്താൽ വലുതെന്ന് പറയുന്നത് എക്സ് പ്ലസ് 20 ആയിരിക്കും. ഇതിൻ്റെ ഡിഫറൻസ് നോക്കുക. എക്സ് പ്ലസ് 20 മൈനസ് എക്സ്. വലുതിൽ നിന്നാണല്ലോ ചെറുത് കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇതാണ് വലുത്. അപ്പോൾ അതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പം നമുക്ക് 20 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഡിഫറൻസ് 20 വരുന്ന രീതിയിൽ നമ്മൾ ചെറിയ ആംഗിളിന് എക്സ് കൊടുത്തു. അപ്പോൾ വലിയ ആംഗിൾ എക്സ് പ്ലസ് 20 ആയിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ ചെറിയ 2 ആംഗിൾസ് കൂട്ടുമ്പം 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ പഠിച്ചേക്കുന്ന ഒരു കാര്യമുണ്ട്. സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180. ഈ 3 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 ആണെന്ന് ഓൾറെഡി നമുക്കറിയാം. റൈറ്റ് ആംഗിളിൻ്റെ കേസിൽ ഇവിടെ ഓൾറെഡി 90 വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ മിച്ചം ഇനി ഒരു 90 കൂടെ മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ സ്മോളർ ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്കിവിടെ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 20 ഈസ് ഈക്വൽ ടു 90. ഓക്കെ, എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2x 2x ഉണ്ടല്ലേ. പ്ലസ് 20 ഈസ് ഈക്വൽ ടു 90. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഇനി നമ്പേഴ്സ് എല്ലാം നമ്മൾ ഒരു സൈഡിലോട്ട് ആക്കുന്നുണ്ട്, വേരിയബിൾ ഒരു സൈഡിൽ. അപ്പം 2x ഇവിടെ തന്നെ ഇട്ടേക്കുക. 2x ഈ 20യെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുക. ഈസ് ഈക്വൽ ടു 90 മൈനസ് 20. പ്ലസ് 20 ഇപ്പുറത്ത് വരുമ്പോൾ എന്താകും? മൈനസ് 20 ആകും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 70 കിട്ടും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? 2 ഇൻറ്റു ഏതോ ഒരു നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 70 കിട്ടും. അല്ലെങ്കിൽ ഏതോ ഒരു നമ്പറിൻ്റെ ഇരട്ടിയാണ് ആര്? 70. അപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ് ഈസ് ഈക്വൽ ടു 70/2 ചെയ്താൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ 70/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 35 എന്ന് വരും. സോ നമ്മുടെ ഇവിടുത്തെ ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 35. അപ്പോൾ വലിയ ആംഗിളോ? അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? 20യും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 55. സോ ആംഗിൾസ് എന്ന് പറയുന്നത് എന്തൊക്കെ വരും? ഒന്ന് 35 ഡിഗ്രി ഉണ്ട്. ദെൻ അടുത്തതോ 55 ഡിഗ്രി വരും. ദെൻ 90 ഡിഗ്രി. ഇതാണ് 3 ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വെൻ എ ലാർജർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ എ സ്മോളർ നമ്പർ ദ കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ആർ ബോത്ത് 2. വെൻ 5 ടൈംസ് ദ സ്മോളർ ഈസ് ഡിവൈഡഡ് ബൈ ദ ലാർജർ ദ കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ആർ സ്റ്റിൽ ബോത്ത് 2. വാട്ട് ആർ ദ നമ്പേഴ്സ്? അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്ന ഇതാണ്. ഒരു വലിയ നമ്പറിനെ നമ്മളൊരു ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമ്മുടെ കോഷ്യൻറ്റും റിമൈൻഡറും 2 ആണ്. ദെൻ ഈ ചെറിയ നമ്പറിൻ്റെ 5 ഇരട്ടി എടുത്തിട്ട് അതിനെ ലാർജർ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കോഷ്യൻറ്റും റിമൈൻഡറും 2 തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ നമ്പർ ഏതാണെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ സ്മോളർ നമ്പറിന് നമ്മൾ എന്ത് കൊടുക്കുക? എക്സ് എന്ന് കൊടുക്കുക. ലാർജർ നമ്പറിന് വൈ എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുകയാണ്. സപ്പോസ് നമുക്കിപ്പോൾ 7 ഡിവൈഡഡ് ബൈ 3 ആണ് ചെയ്യുന്നത് വെച്ചാൽ 7 ആണ് ലാർജ് നമ്പർ, 3 ആണ് സ്മോൾ നമ്പർ. നമ്മളൊരു എക്സാമ്പിൾ ജസ്റ്റ് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം 3 ഇൻറ്റു 2 ആണ് 6 വരുന്നത്. സോ 1 വരും അല്ലേ. അപ്പോൾ ഇവിടെ കോഷ്യൻ്റ് 2 ആണ്, റിമൈൻഡർ 1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ലാർജിനെ, ഈ 7 എന്നുള്ള ഈ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 പ്ലസ് 1 ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്തത് അതേ ഇൻറ്റു കോഷ്യൻ്റ് നമുക്ക് കിട്ടിയ ഉത്തരം പ്ലസ് നമ്മുടെ ആ റിമൈൻഡർ, ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അതായത് വലിയ നമ്പറിനെ. അപ്പോൾ ഇവിടെ നമ്മൾ ലാർജ് നമ്പർ എന്ന് പറഞ്ഞേക്കുന്നത് എന്താ? വൈ അല്ലേ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ലാർജ് നമ്പറിനെ സ്മോൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കോഷ്യൻറ്റും റിമൈൻഡറും 2 ആണ്. അപ്പോൾ ഈ 7ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? ലാർജ് നമ്പർ അല്ലേ, അപ്പോൾ വൈ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 എന്നുള്ള സ്ഥാനത്ത് ഇവിടെ 3 എന്നുള്ളത് എന്തായിരുന്നു? സ്മോളർ നമ്പറാണ് വരുന്നത്. അപ്പോൾ നമുക്കതിനെ എക്സ് എന്ന് കൊടുക്കാം. ഇൻറ്റു നമുക്ക് കോഷ്യൻ്റ് 2 എന്നാണ് പറഞ്ഞേക്കുന്നത്, റിമൈൻഡറും 2 ആണ്. അപ്പം ഇവിടെയും 2 ആയിരിക്കും, ഇവിടെയും 2 ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ അവിടെ കിട്ടും അല്ലേ. അതായത് y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 2 ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് എന്താ? 5 ടൈംസ് ദ സ്മോളർ അല്ലേ. 5 ടൈംസ് ദ സ്മോളർ എന്ന് പറഞ്ഞാൽ എന്താ?
എക്സിൻ്റെ 5 ഇരട്ടി അല്ലേ, സ്മോളർ നമ്മളിവിടെ എക്സ് ആണ്, അതിൻ്റെ 5 ഇരട്ടി, അതായത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് എന്ത് വരും? 5x എന്ന് വരും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ലാർജർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ലാർജർ എന്ന് പറയുന്നത് ഏതാ? y അല്ലേ. അപ്പോൾ y കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം ഇവിടെ y വരും, ഇവിടെ 5x വരും. അപ്പോൾ നമുക്കിതിനെ y × 2 + 2, കാരണം അതിൻ്റെ കോഷ്യൻറ്റും റിമൈൻഡറും 2 തന്നെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇക്വേഷൻ വരുന്നുണ്ട്. 5x = 2y + 2. y × 2 എന്നുള്ളതിനെയാണ് നമ്മൾ 2 × y എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ വേറൊരു രീതിയിലാണ് സോൾവ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്തത് 1 ൽ നിന്ന് 2 കുറച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഒരേപോലെ ആക്കി, അങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഇവിടെ ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിൽ y എന്ന് പറയുന്നത് 2x + 2 എന്നാണ് തന്നേക്കുന്നത്. ഇവിടെ ഒരു y ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ ഇക്വേഷനെ നമ്മൾ മാറ്റി എഴുതാൻ പോവുക. അതായത് y ഉള്ള സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? 2x + 2 എന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, ബാക്കിയൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ ഇവിടെ 5x എന്നുള്ളത് 5x എന്ന് തന്നെ കൊടുത്തു, = 2 × എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. 2 × y ആണ്. അപ്പോൾ 2 × നമ്മൾ ഇവിടെ ഇത് എഴുതാനുള്ളതുകൊണ്ട്, വൈയുടെ സ്ഥാനത്ത് ഈ 2x + 2 എന്ന് എഴുതാനുള്ളതുകൊണ്ട് അതിന് എന്ത് ചെയ്യുക? ബ്രാക്കറ്റിൽ എഴുതുക. ഓക്കെ, അപ്പോൾ 2x + 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ദെൻ +2, അപ്പോൾ +2 എന്ന് എഴുതി. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2വിനെ ഈ അകത്ത് എഴുതിയേക്കുന്ന ഈ 2 നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാം 5x, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ 5x = 2 × 2. 2 × 2 എന്ന് പറയുന്നത് എന്ത് വരും? 4x + 2 × 2 4 + 2. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെയും 4x, ഇവിടെ 5x. അപ്പോൾ x ഉള്ള ടേം നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പം ഇവിടെ 5x, ഈ 4xനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? -4x = 4 + 2. 4 + 2 എന്ന് പറയുന്നത് 6 വരും. ഓക്കെ, അപ്പോൾ 5x - 4x എന്ന് പറയുന്നത് എന്താണ്? x ആണ്. അതായത് 5 - 4 ചെയ്താൽ മതി. 5 - 4 എന്ന് പറയുമ്പോൾ x ആണ്. x = നമുക്ക് എന്ത് കിട്ടി? 6. അപ്പോൾ നമ്മുടെ സ്മോളർ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പോൾ x 6 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി y കണ്ടുപിടിക്കാമല്ലോ. ഒന്നാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? y = 2x + 2. ഇതിൽ എക്സിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം? 6 ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് y = 2 × 6 + 2 എന്ന് കിട്ടും. അതായത് 2 × 6 എന്ന് പറയുമ്പം 12 ആണ്. 12 + 2 = 14. അപ്പോൾ നമ്മുടെ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 14. ഓക്കെ, അപ്പം ചെറിയ നമ്പർ 6 ആണ്, ലാർജ് നമ്പർ എന്ന് പറയുന്നത് 14 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഈസ് 11. ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ് ഈസ് 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. വാട്ട് ഈസ് ദ നമ്പർ? അപ്പോൾ നമ്മുടെ ചോദ്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുവാണ്. ജസ്റ്റ് എക്സാമ്പിളാണ്, ഇത് തന്നെ ആൻസർ ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളോട് പറഞ്ഞേക്കുന്ന ഒരു നമ്പർ, ഇപ്പോൾ സപ്പോസ് 56 എടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ സമ്മ്, ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് 5 + 6 എന്ന് പറയുന്നത് നമുക്കറിയാം 11 ആണ് അല്ലേ. അതാണ് ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് എന്താ? നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. ഇത് ഇൻ്റർചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ എന്ത് വരും? 65 അല്ലേ. ഇത് ഒറിജിനൽ നമ്പറിനെക്കാട്ടിലും 27 കൂടുതലാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇതിപ്പോൾ 56 + 27 എന്നുള്ളത് നമുക്കറിയാം 65 അല്ല വരുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ ഒന്ന് കാണിച്ചോളൂ. ഇങ്ങനെയാണത് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 2-digit നമ്പർ ആയതുകൊണ്ട് നമുക്കറിയാം 2-digit നമ്പറിൻ്റെ പ്രത്യേകത എന്താ? അതിന് 1s പ്ലേസും ഉണ്ട്, 10s പ്ലേസും ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ 1s പ്ലേസിലും 10s പ്ലേസിലും നമുക്ക് നമ്പേഴ്സ് എഴുതുന്നതിന് പകരം എന്ത് കൊടുക്കുക? x ആൻഡ് y എന്ന് കൊടുക്കുക. ഇപ്പോൾ 10 ഡിജിറ്റിൻ്റെ സ്ഥാനത്ത് എക്സും ഇത് y എന്നും കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ, സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് എ 2-digit നമ്പർ ഈസ് 11. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x + y = 11, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ്. അടുത്തതിൽ നമ്പറാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മളിത് നമ്പറായിട്ട് എഴുതുമ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 10x + y, ഇതാണ് ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഇതിനെ 56 എന്നുള്ളതിനെ നമുക്ക് 50 + 6, അതായത് 50 × 10 + 6, അതിൻ്റെ പ്ലേസ് വാല്യൂ അനുസരിച്ച് നമ്മൾ എഴുതത്തില്ലേ, ആ രീതിയിൽ നമുക്കിത് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 10x + y, ഇതാണ് ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത്. ഇതാണ് ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇൻ്റർചേഞ്ച് ചെയ്ത് വരുന്ന നമ്പർ എന്ന് പറയുന്നത്, ഇൻ്റർചേഞ്ച് ചെയ്ത് വരുമ്പോൾ എന്ന് പറയുമ്പോൾ y ഇപ്പുറത്തോട്ട് വരും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10y + x, ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇത് ഒറിജിനൽ നമ്പറാണ്, ഇത് ഇൻ്റർചേഞ്ച് കഴിഞ്ഞിട്ടുള്ള നമ്പറാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ എന്താ? ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് അല്ലേ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർചേഞ്ചിങ്ങിനുള്ള നമ്പർ ഏതാ? ഇവിടെ 10y + x ആണ് ഇൻ്റർചേഞ്ച് ചെയ്ത നമ്പർ.
ഇതെന്ന് പറയുന്നത് എന്താ പറഞ്ഞേക്കുന്നത് 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. അപ്പോൾ 27 മോർ ദാൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? അഡീഷൻ ആണ്. അപ്പം ടൈംസ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മോർ ദാൻ എന്ന് പറഞ്ഞു നോക്കുന്നതുകൊണ്ട് ഇവിടെ അഡീഷൻ വരും. ഓക്കെ, അപ്പോൾ 27 പ്ലസ് ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് എന്തായിരുന്നു? 10x പ്ലസ് വൈ. അപ്പോൾ 10x പ്ലസ് വൈ ഇങ്ങനെ നമുക്ക് എഴുതാം. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേരിയബിൾസ് അതിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകും. അതായത് 10xനെ ഇപ്പുറത്തെ സൈഡിലോട്ടും വൈയും അതുപോലെ തന്നെ ഇപ്പുറത്തോട്ടും കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഇവിടെ 10y പ്ലസ് എക്സ് ഇത് ഓൾറെഡി ഇവിടെ ഉണ്ട്. 10x ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താകും? മൈനസ് 10x ആകും. ഇനി ഈ y ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താകും? മൈനസ് y ആകും ഈക്വൽ ടു 27. ഓക്കെ, അപ്പോൾ ഇവിടെ 10y മൈനസ് വൈ എന്ന് പറയുമ്പോൾ 9y എന്ന് വരും. ഓക്കെ, ദെൻ എക്സ് മൈനസ് 10x എന്ന് പറയുമ്പം മൈനസ് 9x എന്ന് വരും ഈക്വൽ ടു 27. അപ്പോൾ ഇതിൽ നമ്മളൊരു പ്രത്യേകതയുണ്ട്, നോക്കിക്കേ, എല്ലാം 9ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ? ഇവിടെ 9 ആണ്, ഇവിടെ 9 ആണ്, ഇവിടെയും 9ൻ്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡഡ് ബൈ 9 കംപ്ലീറ്റ്ലി നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 എന്ന് വരും. 1 ഇൻറ്റു വൈ, അപ്പോൾ വൈ എന്ന് എഴുതാം. മൈനസ് 1 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് വരും ഈക്വൽ ടു 27നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്നും കിട്ടും. 9 3s ആണ് 27 അല്ലേ? അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ ഞാനിപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനും കൂടെ എഴുതുകയാണ്. ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11. അപ്പോൾ നമ്മളൊരു കാര്യം ഓർത്തോണം, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാലും വൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ തിരിച്ചെഴുതുന്നതിൻ്റെ കാരണം ഇവിടെ വൈ ആയതുകൊണ്ട് അത് തിരിച്ചെഴുതുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ വൈ പ്ലസ് എക്സ് ഈക്വൽ ടു 11 ഇതായിരുന്നു ആദ്യത്തെ എഴുതിയേക്കുന്നത്. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് മൈനസ് എക്സും ഇത് പ്ലസ് എക്സും അല്ലേ? അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പം ഇത് ക്യാൻസലായി പോകും, എക്സ് ക്യാൻസലായി പോകും, ഒരു വേരിയബിൾ പോയി കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വൈയും കൂടെ ആഡ് ചെയ്യുക. അപ്പം നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ 2 ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുക. 2 ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ വൈ പ്ലസ് വൈ എന്ന് പറയുമ്പം 2y വരും, ഇത് 0 ആകും. ദെൻ 3 പ്ലസ് 11 എന്ന് പറയുമ്പോൾ 14. അപ്പോൾ നമുക്ക് 2y ഈക്വൽ ടു 14 എന്ന് കിട്ടും. അപ്പോൾ y ഈക്വൽ ടു എന്ത് വരും? 14 ഡിവൈഡ് ബൈ 2, അതായത് 2 ഇൻറ്റു നമുക്ക് 7 ചെയ്യുമ്പോഴല്ലേ 14 വരുന്നത്. അപ്പോൾ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. സോ നമ്മുടെ ഇവിടുത്തെ y എന്ന് പറയുന്നത് 7 കിട്ടിയിട്ടുണ്ട്, അതായത് 1's പ്ലേസിൽ 7 ആണ്. ഇനി ഒന്നാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ആണ് 11, അതായത് നമ്മുടെ എക്സ് പ്ലസ് 7 ആണ് 11. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, 7ൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് 11 കിട്ടുന്നത് നോർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടും അല്ലേ? അപ്പോൾ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? 4. സോ നമ്മുടെ ഇവിടെ 10's പ്ലേസിൽ എന്ത് വരും? 4 വരും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് 10's പ്ലേസിൽ 4 ആണ്, 1's പ്ലേസിൽ 7 ആണ്. സോ 47. അപ്പം നമ്മുടെ നമ്പർ 47 ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ പ്രൈസ് ഓഫ് 17 ട്രോഫീസ് ആൻഡ് 16 മെഡൽസ് ഈസ് 2180 rupees. The price of 16 trophies and 17 medals is 2110 rupees. What is the price of each? അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്ന ഇതാണ്. 17 ട്രോഫിക്കും 16 മെഡൽസിനും കൂടെ 2180 രൂപയും 16 ട്രോഫിക്കും 17 മെഡൽസിനും കൂടെ 2110 രൂപയുമാണ്. അങ്ങനെയാണ് ഓരോന്നിൻ്റെയും വില എത്ര? അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രൈസ് ഓഫ് ട്രോഫി എന്നുള്ളത് എന്തായിട്ട് കൊടുക്കുക? എക്സ് ആയിട്ട് കൊടുക്കുക. പ്രൈസ് ഓഫ് മെഡൽ എന്നുള്ളത് വൈ ആയിട്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് ഇക്വേഷൻ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാം, കാരണം ട്രോഫീസിന് നമ്മൾ എക്സ് കൊടുത്തു, മെഡൽസിന് വൈ കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഇത്രയും രൂപ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 17x പ്ലസ് 16y ഈസ് ഈക്വൽ ടു 2180, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ എന്താ വരുന്നത്? 16x പ്ലസ് 17y ഈസ് ഈക്വൽ ടു 2110, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ എക്സിൻ്റെ കൂടെയുള്ള നമ്പേഴ്സ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. പിന്നെ 17ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 16 വരുമോ? ഇല്ല. 16ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 17ഉം വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് 1 ഇൻറ്റു നമ്മൾ 16 ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷനെ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ എക്സ് ഒരേപോലെ വരും. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ ഒന്നാമത്തെ ഇക്വേഷനെ എല്ലാത്തിനെയും 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ 17 ഇൻറ്റു 16 ചെയ്യുമ്പോൾ നമുക്ക് 272x പ്ലസ് 16 ഇൻറ്റു 16 ചെയ്യുമ്പം 256y. ഇതൊന്ന് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഈസ് ഈക്വൽ ടു 2180 ഇൻറ്റു 16 ആണ് ചെയ്യേണ്ടത്. അത് നമുക്ക്
34,880 എന്ന് കിട്ടും. ദെൻ രണ്ടാമത്തേന് നമ്മൾ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 272x തന്നെ കിട്ടും. പ്ലസ് 289y ഈസ് ഈക്വൽ ടു 35,870. അപ്പോൾ ഇങ്ങനെ നമുക്ക് പുതിയ 2 ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇത് ഒരേപോലത്തെ ആയതുകൊണ്ട്, ഒരേപോലെ സൈൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ കൂട്ടണം, ഒരേപോലെ ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കുറയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ വൈയുടെ കോഎഫിഷ്യൻ്റ് നോക്കി, ഇത് 289ഉം ഇത് 256ഉം. അപ്പോൾ ഇതിൽ നിന്ന് കുറയ്ക്കും, ഇതാണ് വലുതല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നാലാമത്തെ ഇക്വേഷനിൽ നിന്ന് മൂന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ കുറയ്ക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 0 ആകും. ഇപ്പോൾ 289 മൈനസ് 256 എന്ന് പറയുമ്പം നമുക്കവിടെ 33y എന്ന് കിട്ടും. ഈക്വൽ ടു ഇനി ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പം നമുക്ക് 990 എന്നും കിട്ടും. അപ്പോൾ 33y ഈക്വൽ ടു 990. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് y കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ y ഈക്വൽ ടു 990 ഡിവൈഡഡ് ബൈ 33 ഈക്വൽ ടു നമുക്ക് 30 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ പ്രൈസ് ഓഫ് മെഡൽ എന്ന് പറയുന്നത് എത്രയാണ്? 30. y ഈക്വൽ ടു നമുക്ക് 30 ആണ് കിട്ടിയേക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. സോ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മളിവിടെ നിന്ന് എഴുതുവാണ് 17x പ്ലസ് 16y ഈസ് ഈക്വൽ ടു 2180. അപ്പോൾ ഇതിൽ വൈയുടെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കണം? 30 ഇട്ട് കൊടുക്കണം. സോ 17x പ്ലസ് 16 ഇൻറ്റു 30 ഈസ് ഈക്വൽ ടു 2180. ഇപ്പോൾ 17x പ്ലസ് ഇപ്പോൾ 16 ഇൻറ്റു 30 നമ്മൾ ചെയ്യുമ്പം നമുക്ക് 480 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 2180. ഇപ്പോൾ 17x എന്ന് പറയുന്നത് എന്ത് വരും? 2180 മൈനസ് 480. അതായത് ഈ 480നെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. ഇപ്പോൾ 17x ഈസ് ഈക്വൽ ടു നമുക്കിവിടെ 1700 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് 1700 എന്ന് കിട്ടും. പിന്നെ 17 ഇൻറ്റു ഏത് ചെയ്യുമ്പോഴാണ് 1700 കിട്ടുന്നതെന്ന് ആലോചിച്ചാൽ മതി. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു 1700 ഡിവൈഡഡ് ബൈ 17 എത്രയായിരിക്കും വരുന്നത്? അവിടെ 100. അപ്പം എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100. അപ്പോൾ പ്രൈസ് ഓഫ് ട്രോഫി എന്ന് പറയുന്നത് എന്താണ്? 100. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു. ഇത് ഓരോന്നിൻ്റെയും പ്രൈസാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ട്രോഫിയുടെയും മെഡലിൻ്റെയും പ്രൈസാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ പ്രൈസ് ഓഫ് ട്രോഫി എന്ന് പറയുന്നത് 100 ആണ്. പ്രൈസ് ഓഫ് മെഡൽ എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.